ഇന്ന് അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാട്ടാ. അതിന് വേണ്ടിയിട്ട് 2 മാങ്ങ ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിരുന്നു. അത് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി 1 പാക്കറ്റ് മിൽക്ക് മെയ്ഡ്, അത് അങ്ങനെ തന്നെ അടിച്ചെടുത്ത മാങ്ങ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 3 വലിയ ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ആവട്ടെ. 2 മണിക്കൂറിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വറ്റിച്ച് അതിലോട്ട് കുറച്ച് മാങ്ങ പീസ് ചേർത്ത് നന്നായി വറ്റിച്ചെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി 2 മണിക്കൂറിന് ശേഷം ഈ വറ്റിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ പീസും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. കടയിൽ പോലും ഇത്രയും ടേസ്റ്റില് കിട്ടൂല. അത്രയ്ക്ക് കോൺഫിഡന്റ് ആയി ഞാൻ പറയണ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഇപ്പൊ ഇതില് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. അതുപോലെ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതൊരു എയർ ടിന്നായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ തന്നെ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവാണ്. ഒരു 8-9 മണിക്കൂറോളം ഫ്രീസ് ചെയ്ത് വെക്കാം. പിറ്റേ ദിവസം ഞാൻ 10 മണിക്കാണ് എടുത്തത്. 10 മണിക്ക് എടുത്തുമ്പോൾ നന്നായി ഉറച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെറുതെ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്യാനായിട്ട് കിട്ടില്ല. അതില്ലേ അടിപൊളി ടേസ്റ്റില് നമുക്ക്, കാരണം അതിന്റെ കഷ്ണങ്ങളുടെ കളർ കൊണ്ടില്ലേ, അത് നമ്മള് പഞ്ചസാരയിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് കഷ്ണങ്ങൾക്ക് അങ്ങനെ കളർ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആഹാ, സൂപ്പറായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ആദിലക്ഷ്മി കിച്ചൻ വേളിലേക്ക് അഭിപ്രായങ്ങളായിട്ട് കമന്റ്സ് ഇടാം. അപ്പൊ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടോ. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.